പിന്നെ കമ്പനി പൊട്ടിയെന്നൊക്കെ ചോദിക്കുന്നവരോട് എനിക്ക് ഒരു കാര്യം പറയാനുള്ളത് വെച്ചാൽ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്തു കാണല്ലോ, അത് നമുക്ക് ഏതൊക്കെ എക്സ്ചേഞ്ചിലാണ് നമ്മൾ അറിഞ്ഞ് ക്രിപ്റ്റോ കറൻസി അറിഞ്ഞ് ഇൻവെസ്റ്റ് ചെയ്തവരാണ്. അപ്പോൾ ഞാൻ മനസ്സിലാക്കുന്നത് ഇപ്പം അപ്പക്സ് റൺ ചെയ്തുകൊണ്ടിരിക്കുന്ന 2 എക്സ്ചേഞ്ചാണ് ഞാൻ ചെക്ക് ചെയ്യാറ്. ഒന്ന് XT.com, ഒന്ന് എൽ ബാങ്കാണ്. നമുക്ക് എൽ ബാങ്ക് തന്നെ അല്ലെങ്കിൽ എൽ ബാങ്കിലെ XT നോക്കാം നമുക്ക്. അപ്പോൾ XT എന്ന് പറയുന്നത് ഇതാണ്, ഈ ആപ്ലിക്കേഷൻ എനിക്ക് കാണാൻ പറ്റും. ഇത് ഓപ്പൺ ചെയ്താൽ തന്നെ എനിക്കതാ എൻ്റെ അസറ്റ് കാണുന്നുണ്ട്. 0.074 ഞാൻ അതിൽ നിക്ഷേപിക്കാറില്ല. ആവശ്യം വരുമ്പം ഇതിലേക്ക് ഡെപ്പോസിറ്റ് ചെയ്തിട്ട് അതേപോലെ തന്നെ വിഡ്രോ ചെയ്യും കൺവേർട്ട് ചെയ്തതിന് ശേഷം. അപ്പോൾ നമുക്ക് മനസ്സിലാക്കുന്നത് ഹോം മാർക്കറ്റ് ഇങ്ങനെ അസറ്റൊക്കെ കാണുന്നുണ്ട്. ഇതാർക്കും ചെയ്യട്ടോ, ധാരാളം ഫോണിലും പ്ലേ സ്റ്റോറിനോ ആപ്പ് സ്റ്റോറിനോ XT ഇൻസ്റ്റാൾ ചെയ്തിട്ട് അവരുടെ മെയിൽ ID പോയിട്ട് ലോഗിൻ ചെയ്ത് വെക്കാം. ഇവിടെ നോക്കിയാൽ നമുക്ക് കാണാൻ പറ്റും. ഇത് കമ്പനിയുടേതൊന്നുമല്ല, ഇത് അപ്പക്സ് ടോക്കൺ എന്ന് പറയുന്ന കമ്പനിയുടെ ഒന്നുമല്ല, ഇത് വേറെ കമ്പനിയുടേതാണ്. ഇവിടെ നമുക്ക് കാണാൻ പറ്റും, ഇതാണ് അപ്പക്സ് ടോക്കൺ. ഇവിടെ ഞാൻ എന്ത് ചെയ്തിട്ടുണ്ട്, മാർക്കറ്റ് പ്ലേസിൽ പോയിട്ട് ഞാൻ അവിടെ ഫേവറേറ്റ് ആക്കി വെച്ചിട്ടുണ്ട് അപ്പക്സ് EPX ഓർ USDT. ഇപ്പം നമുക്ക് കാണാൻ പറ്റുന്നത്, നമുക്ക് കൃത്യമായിട്ട് ഇതിൽ കാണാൻ പറ്റുന്നുണ്ട് ട്രേഡിങ് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ അതിൻ്റെ ഫ്ലക്ചേഴ്സ് പോകുന്നത് കുറച്ച് ഡൗൺ ആയിട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ബ്ലാക്കിലേക്ക് വരുന്നുണ്ട്. അത് ചിലപ്പോൾ ഇവിടെ അങ്ങനെ ആണെന്നുണ്ടെങ്കിൽ വേറെ എക്സ്ചേഞ്ച് ചെറിയ വേരിയേഷൻ ഉണ്ടാവും. ഇവിടെ കൃത്യമായിട്ട് കാണാൻ പറ്റും 24 hours വോളിയം APX 20 മില്യൺ, 24 മണിക്കൂറിനുള്ളിൽ 20 മില്യൻ്റെ അപ്പക്സ് ട്രേഡ് വോളിയം വന്നിട്ടുണ്ട്. അതേപോലെ USDT ബേസിലാണ് 81.9K ആണ്, 81,000 അപ്പോൾ 81,000 USDT ട്രേഡ് വോളിയം കാണിക്കുന്നുണ്ട്. ഇത് ലൈവ് ട്രേഡിങ് നടക്കുന്ന ഒരു എക്സ്ചേഞ്ചാണ്. ഇതേപോലെ തന്നെ നമുക്ക് ഇനി വേണമെങ്കിൽ നമ്മുടെ എൽ ബാങ്കിലും ചെക്ക് ചെയ്ത് നോക്കാം. ഇതൊക്കെയാണ് ഞാൻ നോക്കേണ്ടത്. കാരണം ക്രിപ്റ്റോ കറൻസിനെ പറ്റി അറിയുന്നവർ അവരുടെ എക്സ്ചേഞ്ചിലേക്ക് വാങ്ങിയത് ടോക്കൺ, ഏത് ടോക്കണാവട്ടെ ഏത് ക്രിപ്റ്റോ കറൻസി ആവട്ടെ, അത് എക്സ്ചേഞ്ചുകളിൽ ലൈവ് ട്രേഡിംഗ് ആണോ എന്നാണ് നമ്മൾ നോക്കേണ്ടത്. ഇതിപ്പോൾ എൽ ബാങ്ക് ആണ് കേട്ടോ. എൽ ബാങ്ക് എന്ന് പറയുന്ന എക്സ്ചേഞ്ചാണ്. ഇവിടെ ഞാൻ എന്ത് ചെയ്യുന്നത്, ഫേവറേറ്റ് ആക്കി വെച്ചിട്ടുണ്ട്. ഇവിടെ ഫേവറേറ്റ് ആക്കുമ്പോൾ നമുക്ക് കാണാൻ പറ്റും കേട്ടോ, ഇവിടെ 36 പൈസയിലാണ്. കാരണം രൂപ എന്നുള്ള താഴെ കൊടുത്തിട്ട് ഇവിടെ ഒരു പിന്നെ എന്താ പറയുക ഗ്രാഫ് മുകളിലോട്ടാണ് പോകുന്നത്, ഒരു ഗ്രീനിലാണ് കാണുന്നത്. ഇവിടെ നിങ്ങൾക്ക് ലൈവായിട്ട് ട്രേഡിങ് നടക്കുന്നത്, അതിൻ്റെ ഫ്ലക്ചേഴ്സും അതിൻ്റെ ബൈയിങ്ങും സെല്ലിങ്ങും ഒക്കെ വ്യക്തമായിട്ട് കാണാൻ പറ്റും. പിന്നെ ഈ പൊട്ടി എന്ന് പറയുന്നവരോട് ഇതാ പറഞ്ഞ് കാണിച്ചു കൊടുക്കാനുള്ളൂ. ഇവിടെ 24 വോളിയം കണ്ടില്ല കാണിച്ചാൽ ഇവിടെ മില്യൺ മാറുന്നത് കാണാൻ പറ്റും. USDTയുടെ അളവിലാണ് കാണിക്കുന്നത്. താഴത്ത് നിങ്ങൾക്ക് അവിടെ കോർണറിൽ നോക്കിയാൽ തന്നെ കറക്റ്റായിട്ട് കാണാൻ പറ്റും. APXൻ്റെ കാണാൻ പറ്റും, പിന്നെ അതേപോലെ 24 കാണാൻ പറ്റും. അപ്പോൾ ഓരോ എക്സ്ചേഞ്ചിലും നമുക്കത് മനസ്സിലാക്കി കാണാൻ പറ്റും. അതാണ് ചെയ്യേണ്ടത്, അതാണ് നോക്കേണ്ടത്. അല്ലാതെ വേറെ എന്ത് മറ്റുള്ളവർ പറയുന്നതല്ലേ കേൾക്കേണ്ടത്. നമ്മൾ ഇൻവെസ്റ്റ് ചെയ്തത് ക്രിപ്റ്റോ കറൻസി മേഖലയിലാണ് എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത്. അത് ബിറ്റ് കോയിൻ ആവട്ടെ, എഥേറിയം ആവട്ടെ, BNB ആവട്ടെ, ഏത് കോയിൻസ് എടുത്തു കഴിഞ്ഞാലും അവിടെ വാങ്ങി വെക്കുന്നുണ്ട്. അതിൻ്റെ വില കൂടുമ്പം അത് നമ്മൾക്ക് എന്ത് ചെയ്യുക, നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ അല്ലെങ്കിൽ നമുക്ക് എങ്ങനെയാണോ അതിൻ്റെ എന്താ പറയുക ലാഭത്തിലാണെങ്കിൽ നമുക്ക് ലാഭത്തിൽ വിൽക്കണമെങ്കിൽ വിൽക്കാം, വീണ്ടും ഹോൾഡ് ചെയ്യണമെങ്കിൽ ഇതല്ലേ ക്രിപ്റ്റോ കറൻസി ബിസിനസ്. അതെല്ലാവരും അറിഞ്ഞ് ചെയ്തതല്ലേ. പിന്നെ ഞാനിപ്പോൾ എന്താ ഇപ്പോൾ ചോദിക്കുന്നതിനോട് പറയാം, ഞാനും ഇതേപോലെ തന്നെയാണ്. ഞാനും ഏകദേശം ഒരു നല്ലൊരു എമൗണ്ട് ഇൻവെസ്റ്റ് ചെയ്തിട്ടാണ് ഇതിലിരിക്കുന്നത്. അപ്പോൾ ഞാനും വലിയ പ്രതീക്ഷയിലാണ് പ്രൈസ് കൂടി. ഇപ്പോൾ കുറച്ച് പ്രൈസ് കുറവാണെങ്കിലും നാളേക്ക് പ്രൈസ് കൂടി വന്നു കഴിഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും ബെനിഫിറ്റാണ് എന്നുള്ള പ്രതീക്ഷയിൽ തന്നെയാണ് ഞാനൊക്കെ ഇരിക്കുന്നത്. ഓക്കെ സാർ, താങ്ക് യു.